കഥയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ റൈറ്റർ പറഞ്ഞു തന്നിരുന്നു. സിനിമയിൽ കൂടുതൽ ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരാകുമ്പോൾ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. വിജനതയിൽ എന്ന് പറഞ്ഞ ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടായി വരും. പിന്നെ ഇപ്പോഴും ആൾക്കാർക്ക് എന്നോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ കണ്ടും മടുത്ത ഒരു മുഖമാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും സ്നേഹം. നമസ്കാരം. ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ അഭിനേത്രി ശ്രീമതി ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ ഒരു സുപ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ മായമ്മ ഈ വരുന്ന ജൂൺ 7-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. മായമ്മയിൽ ഇന്ദുലേഖ ചെയ്ത കഥാപാത്രത്തെക്കുറിച്ചും ഇന്ദുലേഖയുടെ മറ്റു വിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം മായമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സുപ്രധാന വേഷം ചെയ്തിരിക്കുകയാണ്. എന്താണ് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ദു ചെയ്ത കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഒരു സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വന്ന പല ഓഫറുകളും എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വന്ന് ഇതിൻ്റെ കഥ കേട്ടപ്പോഴും ഇതിൻ്റെ ആ ക്രൂവും എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ എനിക്ക് എല്ലാ രീതിയിലും സൗകര്യപ്രദമായിട്ട് വന്നതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു. പിന്നെ അതിലെ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു റോളാണ്. അപ്പോൾ സിനിമയിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഒരു സീനാണെങ്കിൽ പോലും അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ നായിക കഥാപാത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ അതിലെ വേഷം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു തമ്പുരാട്ടി ക്യാരക്ടറായിരുന്നു. എന്നാലും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കഥയും പശ്ചാത്തലമൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ തീം എന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു ഒരു ത്രെഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോഴും ഒരു ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഏറ്റെടുത്തതാണ്. ഈ ഒരു കഥാപാത്രം പ്രത്യേകിച്ചും സിനിമയിൽ ഒരു ഗ്യാപ്പിന് ശേഷം ഈ മായമ്മയിൽ ഒരു കഥാപാത്രം വന്നപ്പോഴത്തേക്കും എന്തൊക്കെയായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്? അത് സ്ക്രിപ്റ്റ് നേരത്തെ തന്നിരുന്നോ? ഈ കഥയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ റൈറ്റർ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഒരു ആ കഥ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഫുൾ സ്റ്റോറി അതിൻ്റെ ഒരു എങ്ങനെയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ തന്നിരുന്നു. പിന്നെ അതിൻ്റെ ഇവിടെ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ഓരോ സീനിലും അതിൻ്റെ ഡയലോഗ് സഹിതം എല്ലാം നമുക്ക് പറഞ്ഞു തന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷമാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം കൂടെ അഭിനയിച്ചിരിക്കുന്നവരും ഒക്കെ ഇന്ദുവായിട്ട് വളരെ വർഷത്തെ ബന്ധമുള്ളവരും ആയിരുന്നു. അതെ, ഇതില് പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് വർഷത്തെ പരിചയമുള്ള നിരവധി ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ നല്ലൊരു ടീം വർക്ക് ആയിരുന്നു. ഇന്ന ആൾ ഇന്ന ജോലി ചെയ്യണം എന്നുള്ളൊരു രീതിയിലല്ല, എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം പോലെ ഇത് നമ്മുടെ ഒരു ടീം വർക്കാണ്, നമുക്ക് ഈ സിനിമ സക്സസ് ആക്കി എടുക്കണം എന്ന് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഫുൾ ഡെഡിക്കേഷനോടെയാണ് വർക്ക് ചെയ്തത്. അപ്പം അത് കാണുമ്പോൾ നമുക്കും അതിനപ്പുറം ചെയ്യണമെന്ന് തോന്നിപ്പോവും. അങ്ങനെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ദു ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. ഒരുപാട് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. സീരിയൽ മേഖലയിലായാലും എനിക്ക് തോന്നുന്നു 10-15ഓളം സിനിമകളിലെ ഡയറക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടർ വന്നിട്ട് ഒരു നവാഗതനാണ്, രമേഷ് കുമാർ കോറമംഗലം. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെയാണ് സംവിധാനവും. അപ്പോൾ ഒരു പുതിയ സംവിധായകനായ രമേഷ് കുമാർ കോറമംഗലത്തെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ ഒരു ലൊക്കേഷൻ അനുഭവവും ഷൂട്ടിംഗ് അനുഭവവും ഒക്കെ വെച്ചിട്ട്. എനിക്ക് പറയുകയാണെങ്കിൽ ഒരു 30 വർഷത്തെ പരിചയം ഈ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും ഞാൻ ഓരോ സെറ്റിൽ ചെല്ലുമ്പോൾ ആ ഡയറക്ടറിൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ എന്നെ മോൾഡ് ചെയ്തെടുക്കാറാണ് പതിവ്. ഓരോരുത്തർക്കും അവരവരുടെ വർക്ക് ചെയ്യുന്നത് പല വ്യത്യസ്തമായ രീതിയിലാണ്.
ഇപ്പോൾ ഒരു സംവിധായകൻ നമുക്ക് അത് ചെയ്യാനായിട്ട് വിട്ടുതരും. നമ്മൾ ചെയ്യുന്നത് നോക്കി അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക പതിവ്. ചില ഡയറക്ടേഴ്സ് അതൊന്നും അല്ലാതെ അവരുടെ മനസ്സിലുള്ളത് ചെയ്ത് കാണിച്ചു തരും, അതുപോലെ ചെയ്താൽ മതി, അതും നമുക്ക് എളുപ്പമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ഇവിടെ ഈ രമേശ് സാർ ഒരു പുതിയ ഡയറക്ടർ ആണെന്നുള്ളൊരു തോന്നലേ നമുക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ മായമ്മ മുഴുവനായിട്ടും ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഓരോ സീനും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ എക്സ്പ്രഷൻ വരെ ഇന്ന രീതിയിലാണ്, ഈ ഡയലോഗ് പറയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിരുന്നു. ഒരു നവാഗത സംവിധായകൻ്റെ ഒരു ഇതും തോന്നാത്ത രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സീരിയലിലൊക്കെ ഡെയിലി പേയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ മെയിൻ ആർട്ടിസ്റ്റുകളല്ലാത്ത ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടുതലും അങ്ങനെയാണ് നോക്കാറുള്ളത്. കാരണം ഇപ്പോൾ സീരിയലും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പണ്ട് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നമ്മൾ ആ സെറ്റിൽ കൂടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുറേ ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഫുൾ ഷൂട്ടിങ്ങിന് ഫുൾ ടൈം അവിടെ നിൽക്കാൻ പറ്റാറില്ല. അപ്പം നമുക്ക് ഉള്ള ദിവസം മാത്രം പോയി വരിക, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രയോജനം ഉള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പെർ ഡേ പേയ്മെൻ്റ് ആണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ. പിന്നെ ചിലപ്പോൾ മുഴുനീളമുള്ള റോളായിരിക്കും, ചിലപ്പോൾ 1-2 സീനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ പ്രൊഡ്യൂസറിനും നമുക്കും ലാഭകരമായിട്ടുള്ള പെർ ഡേ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് പറയാറാണ് പതിവ്. ഇപ്പോൾ ഡെയിലി പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സീരിയലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ മാക്സിമം ഇത്രയും ഫുട്ടേജ് വേണം. അപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിനും ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ ഒരു സ്ട്രെയിൻ എടുപ്പിച്ച് വേണം എന്ന് വേണമെങ്കിൽ പറയാം, ആ തരത്തിൽ അഭിനയിപ്പിക്കുകയാണ്. അപ്പം സിനിമയിലും അത്തരത്തിലൊരു ഡെയിലി ഒരു പേയ്മെൻറ്റ് സ്കീമിലേക്ക് പോകുമ്പോൾ ഈ ഒരു സ്ക്യൂസിങ് പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കലും വെറുതെ ഇരുത്താതെ അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന രീതി സിനിമയിലില്ല. ഇല്ല, കാരണം സിനിമയിൽ ഓരോന്നും പെർഫെക്ഷൻ കൂടുതൽ നോക്കുന്ന ഒരു രീതിയാണല്ലോ സിനിമയിൽ. പിന്നെ സീരിയലിൽ ഇത് നോക്കുകയാണെങ്കിൽ അത്രയും നോക്കാനുള്ളൊരു സമയം സൗകര്യവും ഉണ്ടാവില്ല. ഇപ്പം മിക്കപ്പോഴും ഇന്ന് ഷൂട്ട് ചെയ്ത് ഇന്ന് രാത്രി എഡിറ്റ് ചെയ്ത് നാളെ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത് റേറ്റിംഗ് നോക്കും, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കോർത്തിണക്കിയൊക്കെയാണ് കഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കുറേ എടുത്തു വെക്കാൻ പറ്റാറില്ല. പിന്നെ സീരിയലിലെ ഫണ്ട് ഇപ്പോൾ ബാക്കി ഭാഷകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാള സീരിയലിൽ അവർക്ക് കിട്ടുന്ന ഫണ്ട് കുറവാണ്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിന് കൂടുതൽ ലാഭം ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന് ഇത്ര എപ്പിസോഡ് ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ടാർജറ്റ് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഇതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ട് ഇപ്പോൾ 9 to 9 വർക്ക് ചെയ്യുള്ളൂ അങ്ങനെ പറയാൻ പറ്റാറില്ല പലപ്പോഴും. ചിലപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ കൂടെയുള്ള ആർട്ടിസ്റ്റിന് പോകേണ്ട ഒരു ഇതുണ്ടാവും. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ സിനിമയിൽ പക്ഷേ കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവർക്ക് ഓരോ സീനും അതിൻ്റെ പെർഫെക്ഷൻ നോക്കി കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെ സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സൂര്യ TV-യിൽ കനൽപ്പൂവ്, പിന്നെ ഏഷ്യാനെറ്റിൽ സാന്ത്വനം 2 എന്ന് പറയുന്ന സീരിയലിൻ്റെ പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സീരിയലിൽ സജീവമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണോ ഈ സിനിമയിൽ അത്രത്തോളം സജീവമാകാൻ പറ്റാത്തത്? അങ്ങനെയല്ല, എനിക്ക് ഈ ഒരു ഗ്യാപ്പിൽ അത്ര നല്ല കഥാപാത്രങ്ങൾ അധികം വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് സിനിമയിൽ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉള്ള അല്ലെങ്കിൽ നമുക്കൊരു ക്യാച്ചിങ് ആയിട്ട് തോന്നുന്ന സംഭവങ്ങളാണല്ലോ ഏറ്റെടുക്കുക. അപ്പം അങ്ങനെയുള്ളതൊന്നും വന്നിരുന്നില്ല. അല്ല, അങ്ങനെ ഒരു നല്ല കഥാപാത്രം വന്നാലും ഇത് ഈ 2 ടൈമിങ്ങും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അല്ലേ? അതെ, കഴിയുന്നതും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കും. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ
എന്താ പ്രൊഡക്ഷൻ റൂളൊക്കെ കഴിയുന്നതും അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട്. അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് പോവാറുണ്ട്. ഇപ്പോൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാ മേഖലയിലും സംഘടനകൾ വളരെ ശക്തമാണ് അല്ലേ? ഇപ്പോൾ ടെലിവിഷൻ സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയാണ് ആത്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. എന്താണ് ആത്മ സംഘടനയെക്കുറിച്ച് ഇന്ദുവിൻ്റെ ഒരു അഭിപ്രായം, ഒരു വിലയിരുത്തൽ? ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു സംഘടന വന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ജനറൽ ബോഡിയിൽ സംസാരിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും പിന്നെ അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അത് ഏറ്റെടുത്ത് അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സീരിയൽ ആർട്ടിസ്റ്റുകളുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഘടനയാണ്. സിനിമയിൽ കൂടുതൽ ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരാകുമ്പോൾ കൂടുതൽ എക്സ്പോസ്ഡ് ആണ് എന്നുള്ളൊരു ഇത് ഇടയ്ക്ക് പലരും പറയാറുണ്ട്. ഇപ്പോൾ ചില കഥാപാത്രങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ വിളിക്കാറുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കുന്ന റോൾസ് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഇതായിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ ഒരു കഥാപാത്രത്തിൻ്റെ അതിനെ വേഷം എങ്ങനെയായിരിക്കണം എന്നൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ഇപ്പോൾ ഈ ഹിന്ദി സീരിയൽസൊക്കെ കൂടുതൽ വന്നതിന് ശേഷം അതിൽ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ അതിൻ്റെ വേഷം പിന്നെ ഈ സെറ്റിങ്സും ഇതൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മിക്കപ്പോഴും ആ കഥാപാത്രത്തിന് ഇണങ്ങുന്ന രീതിയിലാണോ ഡ്രസ്സ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ചാനലിൽ നിന്ന് പറയും ഇത് ആൾക്കാർക്ക് ആവശ്യം അങ്ങനെയാണ്, പലരും സീരിയൽ കാണുന്നത് നിങ്ങളുടെ ഡ്രസ്സിങ് കാണാനും ഒക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ കഴിയുന്നതും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എടുക്കാറില്ല. എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഡ്രസ്സിങ്ങിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ നമുക്ക് ഒരു വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാലും ഒരുപാട് ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടു പോകുന്ന രീതിയിൽ ആവാതെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ മായമ്മ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും രസകരമായ എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തെങ്കിലും പറയാൻ? അതിൻ്റെ ഷൂട്ടിങ്ങിന് പോയതും വന്നതും ഒക്കെ വളരെ രസമായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് ഡെയിലി പോയി വരണം, വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു സംവിധായകനും പിന്നെ പ്രൊഡ്യൂസറും പിന്നെ അതിൻ്റെ കോ ഡയറക്ടർ ഒക്കെ. അപ്പോൾ രാവിലെ 5 മണി ആകുമ്പോഴേക്കും ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ വണ്ടിയുമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു രാവിലെ വെളുപ്പിനെ പോകുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ എനിക്ക് 3 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ തിരിക്കും. അപ്പം തട്ടുകടയിൽ നിർത്തി കാര്യങ്ങളൊക്കെ ഓരോന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വരും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ എത്ര സിനിമ ചെയ്തവരാണെങ്കിലും സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ഒരു മനസ്സിൽ ഇനിയും സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇവിടുന്ന് പോയത്. പക്ഷേ ഈ ഒരു ഇത് വേറെ ഒരു സിനിമയ്ക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും മറക്കാൻ. അതെ, ഇതിലെ ഓരോ ടെക്നീഷ്യൻസും എനിക്ക് നേരത്തെ പരിചയമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലൊരു നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മായമ്മ എന്ന് പറയുന്ന ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്നത് പാടാത്ത പൈങ്കിളിയിലെ ഹീറോയിൻ അങ്കിത വിനോദാണല്ലോ അല്ലേ? ഇന്ദുവും അങ്കിതയുമാണ് അതിൽ പ്രധാനമായിട്ട്
ഒരു സീരിയൽ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന 2 പേര്, ബാക്കിയുള്ളവരുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ അത്ര സജീവം അല്ല. നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷനും ഈ അങ്കിതയുടെ ഒരു പെർഫോമൻസും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്കിത ഫിലിമിൽ ആദ്യം ആണെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടേ ഇല്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെയാണ് പെർഫോം ചെയ്തത്. അപ്പോൾ അതിലെ ഓരോ സീൻ വരുമ്പോഴും ഓരോ സംശയങ്ങൾ ചോദിച്ച് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് ആ കഥാപാത്രത്തിനെ എത്ര നല്ലതാക്കാം എന്നുള്ളൊരു ഇതിലാണ് അഭിനയിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ കുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്കും അതിനൊപ്പം ചെയ്യാനുള്ളൊരു തോന്നൽ ഉണ്ടാക്കി തന്നു. ഓരോ സീനിലും അതിന് മുമ്പും ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് ശരിയായോ എന്നൊക്കെ ചോദിച്ച് ഇനിയും വേറെ എന്തെങ്കിലും മാറ്റി ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് വളരെ എന്താ പറയുക, ഈ കഥാപാത്രം നന്നാക്കണം എന്നുള്ള ഒരുപാട് ഇതുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ സാധാരണ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികളിൽ കാണാത്ത ഒരു നല്ല ക്വാളിറ്റിയാണ് ആ കുട്ടിയിൽ കണ്ടത്. അപ്പോൾ പൊതുവേ നമ്മൾ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സ് അവർ സീരിയലിൽ കൂടുതലും കണ്ടിട്ടുള്ളത്, ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല, എന്നാലും അവരുടെ വേഷം അവരുടെ കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കാറുള്ളത്. പെർഫോമൻസിനെ പറ്റിയിട്ട് കൂടുതൽ അങ്ങനെ ഡീപ്പായിട്ട് ആരും അങ്ങനെ പഠിച്ച് അതിനെക്കുറിച്ച് എന്താ കൂടുതൽ ആലോചിച്ചൊന്നും ചെയ്യുന്ന അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇത് ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. സാധ്യതയല്ല, ഉറപ്പായിട്ടും വരും. നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ല ഒരു ഇൻബോൺ ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയാണ്. ഇതിൽ മായമ്മയിൽ തന്നെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഫുള്ളസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. മായമ്മയായി മാറിയാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് അഭിനയത്തിൽ നിന്ന് ഒരു ലീവ് എടുത്തിട്ട് ചില ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്തിരുന്നല്ലോ, അതെന്തിനായിരുന്നു? അത് സത്യം പറഞ്ഞ ഇതിലെ ഒരു ഇൻകത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ്. റെഗുലർ ഇൻകം എന്നുള്ള, അതെ, ഒരു റെഗുലർ ഇൻകം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ പഠിത്തം ഇതിൻ്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്ത് പോവുമായിരുന്നു. M.Com കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഓരോ വർക്കും കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കും അല്ലെങ്കിൽ മന്ത്ലി ഇൻകം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എന്നാൽ ജോലി നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ബാങ്കിൽ കയറിയതാണ്. ഒരു 6 വർഷത്തോളം ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ലീവ് കിട്ടുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ വരുന്ന വർക്കുകൾ എടുക്കാറുണ്ടായിരുന്നു. ഫുള്ളായിട്ട് അങ്ങനെ മാറി നിന്നിട്ടില്ല, ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആ പണിയല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വീണ്ടും തിരിച്ച് കലയിലേക്ക് തന്നെ നമ്മളെ വലിച്ചു കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ അതിൽ നിന്ന് വിട്ടുനിന്ന സമയത്താണ് പിന്നെ ഒരു ട്രാൻസ്ലേഷൻ വർക്ക് വന്നത്. ഡബിങ് സീരിയൽസിൻ്റെ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം വന്നു. അപ്പോൾ ഹിന്ദി ടു മലയാളമായിരുന്നു ആ വർക്ക്. അപ്പോൾ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് എന്നാൽ ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് പ്രൊഡക്റ്റ് ആണല്ലോ. അതെ, അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഒരു പ്രൊഫഷനായി മാറി. ഇപ്പോഴും റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പല സീരിയൽസിൻ്റെയും വെബ് സീരീസും ഒക്കെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ലാംഗ്വേജും കൈകാര്യം ചെയ്യുന്നുണ്ട്. ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുക്കു FM-ന് വേണ്ടിയിട്ട് ഓഡിയോ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില വർക്കിൻ്റെ സബ് ടൈറ്റിൽസ്, അങ്ങനെയുള്ള പല വർക്കുകളും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ദൂരദർശൻ സീരിയൽ മുതൽ ഇന്ദു നമുക്കെല്ലാവർക്കും സുപരിചിതയാണ്. അന്ന് കണ്ടു തുടങ്ങിയ ഇന്ദുവിൻ്റെ ആ ഒരു ഫേസ്, ഒരു ഇന്നസെൻറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഫേസ്, അല്ലെങ്കിൽ ഒരു കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന ഫേസ്, അതിന് ഇന്നും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ പിന്നിലൊരു രഹസ്യം? രഹസ്യമൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവല്ല, ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അതായിരിക്കാം എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്ന ആ സമയത്താണ് മേക്കപ്പ് ബാഗ് തുറക്കാറുള്ളത്, തിരിച്ച് കൊണ്ടുവയ്ക്കും. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു ആക്ട്രസ്സാണ് എന്നുള്ളത് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സോ കൂടെയുള്ളവരൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കാറുള്ളത്.
എവിടെയെങ്കിലും പുറത്ത് പോകുന്നെങ്കിലും സാധാരണ രീതിയിലാണ് പോകാറുള്ളത്. ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തും എൻ്റെ കൊളീഗ്സ് പലരും എന്നോട് പറയാറുണ്ട്, ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ആക്ട്രസ് ആണ് ഇവിടെ വരുന്നവർ തിരിച്ചറിയാറുണ്ട്, അപ്പോൾ അതിൻ്റെ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വരണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഡാൻസ് പ്രാക്ടീസിങ് ഇപ്പോഴും ഉണ്ടോ? ആ ഉണ്ട്. പഠിപ്പിക്കുന്നുണ്ടോ? കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അങ്ങനെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, എന്നാലും കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡാൻസ് പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പൊതുവെ ഈ ഫുഡിന് സ്പെഷ്യൽ മെനു എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വെജിറ്റേറിയൻ ആണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് മെനു ഒന്നുമില്ല. അത് പലപ്പോഴും സമയത്തിനൊന്നും കഴിക്കാൻ പറ്റാറില്ല, നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ടും പിന്നെ പല കാര്യങ്ങൾ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഓരോന്നിനും ഓടേണ്ടി വരുന്നത് കൊണ്ട് അങ്ങനെ ഫുഡൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മെനു അല്ലെങ്കിൽ ഡയറ്റൊന്നും നോക്കാറില്ല. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പലപ്പോഴും ഒരു എന്താ ഇങ്ങനെ ചിന്തിക്കും, പക്ഷെ ചെയ്യാൻ പറ്റാറില്ല. ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും ഒരു മോട്ടിവേഷൻ തന്ന് നമ്മളെ ഉത്തേജിപ്പിക്കുകയും ഉണർത്തുകയും ആക്റ്റീവാക്കുകയും ഒക്കെ ചെയ്യുന്നത് സുഹൃത്തുക്കളാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അങ്ങനെ പേരെടുത്ത് പറയത്തക്ക സുഹൃത്തുക്കളുണ്ടോ? അങ്ങനെ എനിക്ക് വളരെ ചുരുക്കം കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. എല്ലാവരുമായിട്ടും നല്ല ഒരു ബന്ധമാണ്, എന്നാലും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരാവശ്യം വന്നാൽ ആദ്യം ഫോൺ എടുത്ത് കറക്കുന്നത് ഏത് സുഹൃത്തിനായിരിക്കും? അത് അപ്പോഴത്തെ സാഹചര്യം പോലെ ആരെയാണോ ആ സമയത്ത് വിളിക്കേണ്ടത് എന്നെ ആ ആളെ വിളിക്കും. പല സാഹചര്യത്തിലും നമ്മൾ തന്നെ ഓരോന്നും ചെയ്ത് അത് ശീലമായി. അപ്പോൾ കഴിയുന്നതും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാറാ പതിവ്. പിന്നെ പലപ്പോഴും പലരുടെയും വാക്കുകളും പല സിനിമകളും പിന്നെ ചില പാട്ടുകളും ഇതൊക്കെ നമ്മളെ മോട്ടിവേഷൻ തരുന്നതാണ്. അപ്പോൾ സെൽഫ് മോട്ടിവേഷനാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മളിത് ചെയ്തേ പറ്റൂ എന്നുള്ളത് ഇങ്ങനെ തനിയെ മനസ്സിലിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും. പിന്നെ വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട്. അങ്ങനെ സുഹൃത്തുക്കളാണ് കൂടുതലും മോട്ടിവേഷൻ തരാറുള്ളത്. സംസാരിച്ചപ്പോൾ ഞാനൊരു പോയിന്റ് ശ്രദ്ധിച്ചു, പല പാട്ടുകളും എന്ന് പറഞ്ഞു. അത് ഏത് പാട്ടാണ് കൂടുതലും മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ള പാടണം എന്നില്ല, പാടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം, ഇല്ലെങ്കിൽ അത് ഏത് പാട്ടെന്ന് മെൻഷൻ ചെയ്താലും. പാട്ട് പാടാറില്ല. എനിക്ക് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ഭയങ്കര പരിഭ്രമമാണ്. ഇത്രയും ഒരുപാട് സ്റ്റേജുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിറയലൊക്കെയാണ്. അതുകൊണ്ട് പാട്ട് പാടാനുള്ള കോൺഫിഡൻസ് ഇല്ല. പണ്ട് പാട്ട് പഠിക്കാൻ പോയിരുന്നു, 2 കൊല്ലത്തോളം പാട്ട് പഠിച്ചു. അത് ഞങ്ങൾ കുറേ കുട്ടികൾ ഒരുമിച്ചായിരുന്നു പോയത്. അപ്പോൾ സാറ് പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഓരോരുത്തരായിട്ട് പാടി കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. അത് പേടിച്ച് പിന്നെ പോയിട്ടില്ല. പിന്നെ പാട്ടുകൾ അത് ഓരോ മൂഡ് അനുസരിച്ചാണ്. അത് ഇന്ന പാട്ടൊന്നും അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. കൂടുതലും എന്നാലും നമ്മൾ ആ സമയത്ത് ഏതായിരുന്നു അതിൻ്റെ ഒരു വരി പറഞ്ഞാലും മതി. ഈ അടുത്തിടയ്ക്ക് കൂടുതൽ മോട്ടിവേഷൻ തന്നിട്ടുള്ളത് ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമയാണ്. അതില് വിജനതയിൽ എന്ന് പറഞ്ഞ ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടായി വരും. അങ്ങനെ അതുപോലത്തെ കുറേ പാട്ടുകളുണ്ട്. പിന്നെ നമ്മൾ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന കുറേ മെലഡീസ് അങ്ങനത്തെ പാട്ടുകളുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ മൊത്തത്തിൽ ലൈഫ്, ഇന്ദുവിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഡ് ഓറിയൻറ്റഡ് ആണല്ലോ അല്ലേ? ഷൂട്ടുണ്ടെങ്കിൽ കാലത്തെ അതിരാവിലെ റെഡിയാകുന്നു, അവിടെ പോകുന്നു, അവിടെ ചെല്ലുമ്പോഴായിരിക്കും സ്ക്രിപ്റ്റ് തരുന്നത്, അന്ന് ചെയ്യേണ്ട സീൻ എന്താണെന്ന് അറിയുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആകുന്നു, ചെയ്യുന്നു, രാത്രി വരുന്നു, പിറ്റേ ദിവസം അടുത്ത്. ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രെസ്ഡ് ലൈഫിൻ്റെ ഇടയിൽ നമ്മൾ കൂടുതൽ റിലാക്സേഷൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? യോഗ ചെയ്യാറുണ്ടോ? ഇല്ല, മെഡിറ്റേഷൻ ഒന്നും ചെയ്യാറില്ല. എല്ലാം കുറേശ്ശെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതൊരു സ്ട്രെസ്ഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും.
അതുകൊണ്ട് ഇങ്ങനെ ഫുൾ ബിസി ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. മകൾക്കും ഈ ആക്ടിങ് സ്കിൽസ് ഉണ്ടോ? ഉണ്ട്. അവള് പണ്ട് ബനാറസ് എന്ന് പറഞ്ഞ സിനിമയിലെ വിനീതിന്റെ കുട്ടിക്കാലം അഭിനയിച്ചത് മോളായിരുന്നു. അതെ. പിന്നെ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്ത ഒരു സീരിയലിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കൈരളി TV-യിൽ വന്ന ഒരു സീരിയലും കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ ഇപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഫോക്കസിങ് ഈ പഠിത്തവും അതെ അത് കഴിഞ്ഞിട്ടാവാം എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ 35 കൊല്ലത്തോളമായിട്ട് ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ദുവിനെ. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇന്ദുവിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന? അതെ, ഇങ്ങനെ എല്ലാവരും പറയുമ്പോഴാണ് 30 വർഷമൊക്കെ കഴിഞ്ഞല്ലേ എന്നിങ്ങനെ ആലോചിക്കുന്നത്. പിന്നെ ഇപ്പോഴും ആൾക്കാർക്ക് എന്നോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇവർ കണ്ടു മടുത്ത ഒരു മുഖമാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും സ്നേഹം കൂടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ കൂടുതലായിട്ട് സീരിയലിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിലെ ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെ പോയാലും വളരെ ഫ്രീ ആയിട്ട് ആൾക്കാർ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. എന്താ ഒരു ആക്ട്രസിനെ കാണുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും അവരിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അത് എനിക്കൊരു നല്ല ഇതായിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണോ? ഇപ്പം സജീവമാകേണ്ടി വന്നു. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ. അപ്പം കൂടുതലും നമ്മൾ ബിസിയാണ് എന്ന് തോന്നുമ്പോഴാണ് കൂടുതൽ അവസരങ്ങൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലും ഈ ആരാധകരുടെ അല്ലെങ്കിൽ ഫാൻസിൻ്റെ ഒരു ആവശ്യം എന്താണ്? ഇപ്പോൾ കാണുമ്പോൾ സെൽഫി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതല്ലാതെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരെന്താണ് പറയുന്നത്? ഏതെങ്കിലും കഥാപാത്രത്തെക്കുറിച്ച് ഒരു ക്രിറ്റിസിസം നടത്താറുണ്ടോ? ഞാൻ ഇടയ്ക്ക് കുറച്ച് സീരിയലിൽ നെഗറ്റീവ് റോൾസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് കുറച്ച് ഭീകരമായിരുന്നു. ആ സീരിയലിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമ്പലത്തിൽ പോയപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ വന്നിങ്ങനെ ഒറ്റ അടി അടിച്ചിട്ട്, എന്താ നീ കാണിച്ചത്, നിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ ആൾക്കാർ ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഓടിക്കൂടി. ഇപ്പോഴാണ് സീരിയലിലെ കഥ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും എൻ്റെ പോസിറ്റീവായിട്ടുള്ള റോൾസ് കാണാനാണ് കൂടുതൽ താല്പര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൂടെ നല്ല അഭിപ്രായം തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ അതൊരു വലിയ മോട്ടിവേഷനാണ്. പിന്നെ ഈ ഫോട്ടോഷൂട്ട്സൊക്കെ കാണുമ്പോഴും എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പിന്നെ ചിലർ ഇങ്ങനെ അല്ല കുറച്ചും കൂടെ എന്താ ഒരു ഫോട്ടോഷൂട്ടിന് ഒരു മേക്ക് ഓവർ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് പലരും പറഞ്ഞു, അയ്യോ ഇന്ദുവിനെ ഇങ്ങനെയും ആക്കി എടുക്കാം എന്ന് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞാൽ എല്ലാവരും പോസിറ്റീവായിട്ട് എന്താ പല കമൻസും പറയാറുണ്ട്. ഇന്ദുവിനെയും ഇങ്ങനെ ആക്കി എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ദുവിനെ കുറിച്ചൊരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അല്ലേ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. വളരെ എന്താ പാവം ആയിട്ടുള്ള റോൾസ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ എന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നായികയായിട്ടൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വിട്ട് പല കഥാപാത്രങ്ങളും ചെയ്യിക്കാൻ പലരും റിസ്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് തന്നെയാണെങ്കിൽ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇത് ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു റിസ്ക് അതിലില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും കൂടുതലും അതേ ക്യാരക്ടേഴ്സ് തന്നെ വന്നിട്ടുള്ളത്. കൂടുതലും ദേവിയുടെ ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും 2-3 ചെയ്തപ്പോൾ പിന്നെ സ്ഥിരം എല്ലാ പുരാണ സീരിയലിലും ദേവിയായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അതും ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ കണ്ടതിന് ശേഷം പിന്നെ നെഗറ്റീവ് റോൾസ് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. മറ്റു ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ സീരിയൽ? ഈ പുരാണ സീരിയലിന് തന്നെ തമിഴ് റീമേക്കിൽ ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഒരു അക്സെപ്റ്റൻസും കുറച്ചുകൂടെ ഒരു സ്നേഹവും അല്ലേ? അതെ, കൂടുതൽ ആരാധന കൂടുതൽ. ഈ മായമ്മ സിനിമ ജൂൺ 7 റിലീസാവുകയാണ്.
പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് വ്യത്യസ്തമായ ഒരു കഥയാണ്. എന്ന് വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോറീസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. അത് കുറച്ച് പഴയ കാലഘട്ടത്തിലെ ആണെങ്കിൽ പോലും അത് പറയുന്ന അതിൻ്റെ ഒരു ത്രെഡ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു സ്റ്റോറിയാണ്. അത് വളരെ നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കഥ തന്നെയാണ്. ആ സിനിമ റിലീസായി കഴിഞ്ഞാൽ സോഷ്യലി എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ആ ഒരു ഇതിലും കൂടിയാണ് കഥയുടെ ഒരു ത്രെഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പുള്ളുവത്തി പെൺകുട്ടിയും നമ്പൂതിരി യുവാവും തമ്മിലുള്ള പ്രണയമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ആഫ്റ്റർ റിലീസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അതിന്മേലുള്ള ചർച്ചകൾ ഉണ്ടായേക്കാം. അതെ, ഒരുപാട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ ഇതുപോലെ പുള്ളുവത്തിന്നോ അല്ലെങ്കിൽ നമ്പൂതിരിന്നോ അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമേ ഇല്ല. ഒരു കാസ്റ്റിൻ്റെ ഒരു പേര് പറയേണ്ട കാര്യമേ ഇല്ല. പക്ഷേ പലരുടെയും മനസ്സിൽ ആ ഒരു ഇതാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിങ്ങനെ എടുത്തു പറയേണ്ടി വരുന്നത്. ഈ ഒരു സ്റ്റോറി രണ്ടുപേരുടെ പ്രണയം എന്നുള്ളതിന് അപ്പുറം ഒരു പുള്ളുവത്തിയും നമ്പൂതിരി ചെറുക്കനും തമ്മിലുള്ള ഒരു പ്രണയമാണ് കാണിക്കുന്നതെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ്. എന്തായാലും മായമ്മ എന്ന സിനിമയിലെ കഥാപാത്രം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ, മായമ്മ എന്ന സിനിമയും വിജയത്തിലേക്ക് എത്തട്ടെ, കൂടുതൽ നല്ല കഥാപാത്രങ്ങളുമായി കൂടുതൽ കാലം ഈ രംഗത്തുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർ ഇത്രയും നാൾ എനിക്ക് തന്ന സ്നേഹമാണ് എനിക്ക് ഇത്രയും വർഷങ്ങൾ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ ഉണ്ടായ ഒരു ശക്തി. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടാവണം. ഇനി നല്ല നല്ല കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും ഇനിയും സീരിയലുകൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി.